ദിവസം 10 ദിവസം ഇറാനും അമേരിക്കയും തമ്മിലുണ്ടാക്കിയ സമാധാന കരാർ അല്ലെങ്കിൽ ധാരണാപത്രത്തിന് അത്രയേ ആയുസ്സുണ്ടായുള്ളൂ. അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകൾ. ഇത്തവണ ആദ്യം ആക്രമണം നടത്തിയത് ഇറാനാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ ഇറാൻ നിഷ്കർഷിച്ച ജലപാതയിലൂടെ മാത്രമേ കപ്പലുകൾ പോകാവൂ എന്ന നിബന്ധന പാലിക്കാത്തതാണ് പ്രകോപനമായത്. ഒമാന് ചേർന്നുള്ള ജലപാതയിലൂടെ സഞ്ചരിച്ച കപ്പലുകളെ ഇറാൻ ആക്രമിക്കാൻ തുടങ്ങിയതോടെ അമേരിക്ക ഇറാനിൽ വ്യോമാക്രമണം നടത്തി. പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് ഇറാനും തിരിച്ചടിച്ചു. അങ്ങനെ വീണ്ടും കൊണ്ടും കൊടുത്തുമുള്ള ദിനങ്ങളിലേക്ക് പശ്ചിമേഷ്യ കടക്കുകയാണോ എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ തായ്വാൻ കമ്പനിയായ എവർഗ്രീൻ മറൈൻ്റെ എവർ ലവ്ലി എന്ന കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണമാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. ആക്രമണത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുന്ന നടപടികൾ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ താൽക്കാലികമായി നിർത്തിവച്ചു. ഒമാൻ തീരത്തോട് ചേർന്ന് ബ്രിട്ടീഷ് നാവിക ഏജൻസിയായ UKMTO നിർദ്ദേശിച്ച റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഈ ഭീമൻ ചരക്ക് കപ്പലിന് നേരെ 4 ഡ്രോണുകൾ ഇറാൻ തൊടുത്തുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുകയും ചെയ്തു. ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഡ്രോൺ കപ്പലിൽ പതിക്കുകയും കപ്പലിന് കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തു. മറ്റ് 3 ഡ്രോണുകൾ തകർത്തുവെന്ന് ട്രംപ് സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിട്ടുമുണ്ട്. സിംഗപ്പൂർ പതാക ഘടിപ്പിച്ച ചരക്ക് കപ്പലിന് നേരെയാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണമുണ്ടായത് എന്നാണ് സൂചന. ഒമാൻ തീരത്തെ ദാഹിദിന് തെക്കുകിഴക്കായാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത് എന്നും കപ്പലിന് കേടുപാടുകൾ ഉണ്ടായി എന്നും യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് UKMTO അറിയിച്ചു. ഇറാൻ നൽകിയ റൂട്ടിലൂടെ അല്ലാതെ പോയാൽ ഇൻഷുറൻസോ സുരക്ഷാ ഗ്യാരണ്ടിയോ കിട്ടില്ല എന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ആക്രമണത്തിന് പിന്നാലെ സുരക്ഷിത നാവിക ഇടനാഴി ഇറാൻ അടച്ചു. ഇതോടെ ഹോർമുസിൽ വീണ്ടും പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോം അറിയിച്ചു. ഇറാനുമായുള്ള കരാർ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ കടന്നുപോകലിനെ പിന്തുണയ്ക്കുന്നതിനുമായി US സേനയെ വിന്യസിച്ചിരിക്കുന്നത് തുടരുമെന്നും സെൻകോം പറയുന്നു. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. ഇക്കാര്യം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചിട്ടുമുണ്ട്. മേഖലയിൽ ഉടനീളം US സൈനിക വിന്യാസമുള്ള നിരവധി സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടതായും കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നതിനെതിരെ വാഷിംഗ്ടണിന് മുന്നറിയിപ്പ് നൽകിയതായും IRGC വ്യക്തമാക്കുന്നു. ആക്രമണം ആവർത്തിച്ചാൽ പ്രതികരണം ഇതിനേക്കാൾ വിശാലവും ശക്തവുമായിരിക്കുമെന്നാണ് IRGCയുടെ മുന്നറിയിപ്പ്. വെടിനിർത്തലിന്റെ ലംഘനമാണ് അമേരിക്ക നടത്തിയത് എന്ന് ഇറാൻ പാർലമെന്ററി ദേശീയ സുരക്ഷാ സമിതിയുടെ തലവൻ ഇബ്രാഹിം അസീസി ആരോപിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചയുടെ തത്വങ്ങളോടോ വെടിനിർത്തലോടോ തനിക്ക് പ്രതിബദ്ധതയില്ല എന്ന് തെളിയിച്ചുവെന്നും ഇബ്രാഹിം അസീസി പറയുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ കൂടുതൽ സംഘർഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വാക്കുകളും സംഘർഷം തുടരുമെന്ന സൂചന നൽകുന്നു. സമൂഹമാധ്യമമായ Xലെ പോസ്റ്റ് അത് വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. ഞങ്ങൾ അതിനെ മാനിച്ചു. MOU എങ്ങനെ പ്രയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ അവർക്ക് ഫോൺ എടുക്കാം, വിളിക്കാം. എന്നാൽ ആക്രമണത്തെ ആക്രമണം കൊണ്ട് തന്നെ നേരിടും എന്നാണ് വാൻസ് പറയുന്നത്. US ഇസ്രായേൽ സൈനിക നടപടികൾക്ക് ശേഷം ഇറാന്റെ സൈനിക ശേഷി കുറഞ്ഞുവെന്ന് ട്രംപ് പറഞ്ഞതും ഇതുമായി കൂട്ടി വായിക്കാം. ഇറാൻ ഇപ്പോഴും കുറച്ച് സൈനിക ശേഷിയുണ്ട് എന്നും എന്നാൽ അധികമില്ല എന്നുമാണ് ട്രംപിന്റെ വിലയിരുത്തൽ. ഇറാന് ഇന്ന് നാവികസേനയോ വ്യോമസേനയോ റഡാറോ ഉൽപാദനശേഷിയോ ഇല്ല. അവരുടെ ഡ്രോൺ ശേഷി 82%, മിസൈൽ ശേഷി 80%, റോക്കറ്റ് ലോഞ്ചറുകൾ 90% എന്നിങ്ങനെ കുറച്ചു. അവരുടെ നേതൃത്വം ഒരിക്കൽ കൊല്ലപ്പെട്ടു, പിന്നീട് രണ്ടാമതും കൊല്ലപ്പെട്ടു. ഇനി ആരും ഇറാന്റെ നേതാവാകാൻ ആഗ്രഹിക്കുന്നില്ല. ട്രംപ് പറയുന്നത് അങ്ങനെയാണ്. ഇറാൻ ദുർബലമാണെന്നും അവരെ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം എന്നുമാണ് അമേരിക്ക കരുതുന്നത്. അതിനിടെ ഹോർമുസിൽ സൈനിക സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ നേരിട്ടുള്ള ആശയവിനിമയ സംവിധാനം നിലവിൽ വന്നതായി അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത് പ്രകാരം ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും ഖത്തറിലെ ദോഹയിൽ വിന്യസിച്ചിരിക്കുന്ന US ആർമി സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോമിന്റെയും പ്രതിനിധികൾ ഇതിന്റെ ഭാഗമാകും.
സംഘർഷ സാധ്യത കുറയ്ക്കുന്നതിനായി IRGCയുമായി നേരിട്ടുള്ള ഒരു ചാനൽ സ്ഥാപിക്കാൻ ടെഹ്റാനും വാഷിംഗ്ടണും സമ്മതിച്ചതായും വാൻസ് പറയുന്നുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ US നേരിട്ടുള്ള ലൈൻ ഉണ്ടെന്ന അവകാശവാദങ്ങൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് വക്താവ് നിഷേധിക്കുന്നു. അവയെ ശുദ്ധ നുണ എന്നാണ് IRGC വിശേഷിപ്പിക്കുന്നത്. ഹോർമുസ് ഇറാനിയൻ പ്രദേശമാണ് എന്നും അതിൽ USന് ഒരു ബന്ധവുമില്ല എന്നുമാണ് IRGCയുടെ നിലപാട്. സംഘർഷത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഇറാനിൽ നിന്ന് ഉയർന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുന്നവർക്ക് വലിയ പാരിതോഷികം നൽകുമെന്ന് ഇറാന്റെ സുപ്രീം കൗൺസിൽ ഓഫ് ദി കൾച്ചറൽ റവല്യൂഷനിലെ അംഗം ഹസൻ റഹിംപുർ അസ്ഗദി പറയുന്നുണ്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കാൻ ഇറാന്റെ സഖ്യകക്ഷികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നേതാവിനെ വധിച്ചുവെന്ന് ട്രംപ് അഭിമാനത്തോടെ പറയുമ്പോൾ നിങ്ങളെയും ഞങ്ങൾ വധിക്കുമെന്ന് നമ്മളും പറയണം. ഇങ്ങനെയാണ് അസ്ഗദി പറഞ്ഞിരിക്കുന്നത്. 2020 ഇറാനിയൻ ജനറൽ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയ US ആക്രമണത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ ആവർത്തിച്ചുള്ള പരാമർശങ്ങളെയും അസ്ഗദി വിമർശിച്ചു. താൻ ഖാസിം സുലൈമാനിയെ കൊന്നുവെന്ന് ട്രംപ് ഓരോ ആഴ്ചയും പറയാറുണ്ട്. നിങ്ങളെ വധിക്കുമെന്ന് ഞങ്ങൾക്ക് പറയാനും കഴിയും, ഞങ്ങൾക്ക് അത് ചെയ്യാനും കഴിയും എന്നാണ് അസ്ഗദി ഭീഷണി മുഴക്കിയിരിക്കുന്നത്. സംഘർഷാവസ്ഥ നിലനിൽക്കുമ്പോഴും ഇറാൻ US ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ മുന്നോട്ടു പോകുന്നുമുണ്ട്. നാളെയും മറ്റന്നാളും സ്വിറ്റ്സർലാൻഡിൽ അടുത്ത ഘട്ട ചർച്ചകൾ നടക്കുമെന്നാണ് വിവരം. പുതിയ സംഭവ വികാസങ്ങൾ ചർച്ചകളെ ബാധിച്ചിട്ടില്ല എന്നാണ് സൂചന. എന്നാൽ സംഘർഷം കടുക്കുകയാണ് എങ്കിൽ ചർച്ചകൾ പൊളിയും. ആണവ പരിശോധനകൾ സംബന്ധിച്ച് ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി പറയുന്നു. എന്നിരുന്നാലും അമേരിക്കയും ഇസ്രായേലും ബോംബിട്ട് തകർത്ത ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് IAEAക്ക് പ്രവേശനം നൽകാൻ ഇറാന് പദ്ധതിയില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വാഷിംഗ്ടണുമായുള്ള അന്തിമ കരാറിന്റെ ചട്ടക്കൂടിനുള്ളിൽ മാത്രമേ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ. എല്ലാ ഉപരോധങ്ങളും അവസാനിപ്പിച്ചാൽ മാത്രമേ ആണവ പരിശോധന അംഗീകരിക്കൂവെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാൻ അമേരിക്ക സംഘർഷം വീണ്ടും തലപൊക്കുമ്പോഴും ലെബനിൽ നിന്ന് പ്രതീക്ഷയുടെ വാർത്തയാണ് പുറത്തുവരുന്നത്. 5ാം റൗണ്ട് നയതന്ത്ര ചർച്ചകൾക്ക് ശേഷം വെടിനിർത്തലിനായുള്ള ഒരു ത്രികക്ഷി കരാറിൽ ഒപ്പുവെച്ചു. US, ഇസ്രായേൽ, ലെബനൻ എന്നീ രാജ്യങ്ങളാണ് കരാറിലെ കക്ഷികൾ. ഇസ്രായേൽ സൈന്യം കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശത്തിന്റെ ഒരു ഭാഗം ലെബനൻ സൈന്യത്തിന് കൈമാറാനുള്ള US നിർദ്ദേശം ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ളയുടെ പൂർണ്ണമായ നിരായുധീകരണവും അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഇല്ലാതാക്കലുമാണ് വെടിനിർത്തലിനുള്ള നിബന്ധന. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കരാറിനെ ഇസ്രായേലിന്റെ തന്ത്രപരമായ വിജയമായി വിശേഷിപ്പിച്ചു. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതുവരെ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യം തുടരുമെന്നും നെതന്യാഹു പറയുന്നുണ്ട്. ലെബനന്റെ പരമാധികാരം പുനഃസ്ഥാപിക്കുന്നതിനുള്ള വ്യക്തവും ഘടനാപരവുമായ ഒരു പ്രക്രിയയാണ് കരാർ എന്നാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത്. ഇസ്രായേൽ ലെബനൻ കരാറിനെ പ്രതീക്ഷയുടെ നിമിഷമെന്നാണ് UN മാനുഷിക മേധാവി ടോം ഫ്ലെച്ചർ വിശേഷിപ്പിച്ചത്. എന്നാൽ കരാറിനെ തള്ളുകയാണ് ഹിസ്ബുള്ള. ചർച്ചകളിൽ തങ്ങൾ ഇല്ലായിരുന്നുവെന്നും ലെബനൻ സർക്കാരിന്റെ ഏകപക്ഷീയമായ നടപടിയാണ് ഇതെന്നും ഹിസ്ബുള്ള നേതാവ് ഹസൻ ഹദ്ല പറയുന്നുണ്ട്. കരാർ രാജ്യത്തെ ദുർബലപ്പെടുത്തുകയും ഇസ്രായേലി ശത്രുവിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്നും ഹസൻ ഫദ്ലല്ല വിമർശിച്ചിട്ടുണ്ട്.